പേപ്പർ നമ്പർ 17 കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ മൊത്തത്തിലുള്ള റിവിഷനാണ് ഇനി പോകാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ലോട്ടിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാമൊക്കെ ഞാൻ ഓരോ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആയിരിക്കും വരുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കംപ്ലീറ്റ് ഏരിയാസ് റിവൈസ് ചെയ്യാണ്. കോസ്റ്റ് ഓഡിറ്റിൽ സെഷൻ എ ആയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റിൽ ഒരു 2 വീഡിയോസ് ആയിട്ടും മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ ഒന്നും ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഒന്നും ദെൻ ഫോറൻസിക് ഓഡിറ്റിലും AMLലും മറ്റൊരു വീഡിയോസ്, ഇങ്ങനെ ഒരു 4-5ഓളം വീഡിയോസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് റിവൈസ് ചെയ്യുകയാണ്. അതിൽ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഡിറ്റിലേക്കാണ് പോകുന്നത്. ടെക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ 2024 ഓഗസ്റ്റിലെ റീപ്രിൻ്റ് ആയിട്ടുള്ള എഡിഷൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ടെക്സ്റ്റ് ബുക്ക് ലേറ്റസ്റ്റ് ആണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണം. സോ ഓരോ ഏരിയാസിലേക്ക് പോവുകയാണ്. ഞാൻ തുടക്കത്തിൽ ബേസിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് ഓഡിറ്റ് മെയിനായിട്ട് 8 സ്റ്റഡി നോട്ടുകൾ ചേരുന്നതാണ് കോസ്റ്റ് ഓഡിറ്റ്. അതിൻ്റെ പ്രൊപ്പോർഷൻ വെയിറ്റേജ് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ വെയിറ്റേജ് പ്രകാരം അല്ല ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ വെയിറ്റേജിന് വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണ്ട. പകരം ഓരോ ലോട്ടിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോസിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സോ ആ സെഷൻ എ 8 സ്റ്റഡി നോട്ടുകൾ ചേർന്ന സെഷൻ എ കോസ്റ്റ് ഓഡിറ്റ്, സെഷൻ ബി 5 സ്റ്റഡി നോട്ടുകൾ ചേർന്നിട്ടുള്ള മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്ന ഏരിയാസ്, അതും ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്ന വെയിറ്റേജ് വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണ്ട. സെഷൻ സി ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ് 3 ചാപ്റ്റേഴ്സ് ചേർന്നിട്ടുള്ള ഏരിയ. സെഷൻ ഡി ഫോറൻസിക് ഓഡിറ്റും AMLM എന്ന് വിളിക്കുന്ന ഏരിയ. അങ്ങനെ 18 സ്റ്റഡി നോട്ടുകളാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്ന പേപ്പർ നമ്പർ 17 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റഡി നോട്ടിലേക്ക് കയറുകയാണ്. ഒന്നാമത്തെ സ്റ്റഡി നോട്ട് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ആ ബേസിക് സ്റ്റഡി നോട്ടിലേക്ക് കയറുന്നു. ഓൾറെഡി എൻ്റെ ഒന്നാമത്തെ വീഡിയോ തന്നെ ദാറ്റ് ഈസ് ഈ പറയുന്ന ബേസിക്സ് ആയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ കോസ്റ്റ് ഓഡിറ്റ് ആണ് ഒന്നാമത്തെ ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. റിവൈസ് ചെയ്യുന്ന ഏരിയ ദാറ്റ് ഈസ് ഒന്നാമത്തെ സ്റ്റഡി നോട്ട് ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് നോക്കണം എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ അണ്ടർലൈൻ ഇട്ട് കാര്യങ്ങൾ സംസാരിച്ച് പോകുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. അതിൻ്റെ തുടക്കത്തിൽ ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റിൽ എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഏരിയ ആണ് ഫസ്റ്റ് ഇനീഷ്യൽ പാർട്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ് ഫസ്റ്റ് ഇനീഷ്യൽ പാർട്ട്. ഞാൻ എൻ്റെ വീഡിയോസിൽ, എൻ്റെ ഒന്നാമത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് ഓഡിറ്റ് എന്താണ് എന്നത് 4 പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വേരിഫൈ ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഓഡിറ്റ് ആണ് കോസ്റ്റ് ഓഡിറ്റ് എന്നും. രണ്ടാമത്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോസ്റ്റ് റെക്കോർഡ്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് എക്സാമിൻ ചെയ്യുന്ന ഓഡിറ്റ് ആണെന്നും. ദെൻ CIMA ടെർമിനോളജിയുടെ ഡെഫിനിഷനും നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെഫിനിഷനും. ഇത്രയുമാണ് ഞാൻ ആ ഒന്നാമത്തെ ഏരിയാസിൽ സംസാരിക്കുന്നത്, ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ഞാൻ നോട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നോക്കേണ്ടത്, കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വ്യക്തമായിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ വ്യക്തമായിട്ട് ഒന്നാമത്തെ ഏരിയാസ് എന്നും നോട്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഡിറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് ഓഡിറ്റ് ഫോർ ദ റിവ്യൂ, എക്സാമിനേഷൻ ആൻഡ് അപ്രൈസൽ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ് ആൻഡ് അറ്റൻഡഡ് ഇൻഫർമേഷൻ റിക്വയർഡ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ എ സ്പെസിഫൈഡ് ഇൻഡസ്ട്രി ആസ് മാൻഡേറ്റഡ് ബൈ ആപ്ലിക്കബിൾ കമ്പനീസ് ആക്ട് ആൻഡ് റൂൾസ് ഫ്രെയിംഡ് ദെയർ അണ്ടർ എന്ന് വിളിക്കുന്ന ആ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെക്കുക.
രണ്ടാമത് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എക്സാമിൻ ചെയ്യുന്ന, ബുക്ക് ഓഫ് റെക്കോർഡ്സ് റിവ്യൂ ചെയ്യുന്ന ഓഡിറ്റാണ് കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള ഞാൻ പറഞ്ഞു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോസ്റ്റ് റെക്കോർഡ്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഇൻഫർമേഷൻ ഇത് എക്സാമിൻ ചെയ്ത് അവിടെ ഒരു വ്യക്തമായിട്ട് ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓഡിറ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഡിറ്റ്. ആ 2 പാരഗ്രാഫാണ് നിങ്ങൾ ആ ഒരു ഏരിയയിൽ നോക്കേണ്ടത്. ആ 2 പാരഗ്രാഫാണ് അവിടെ നോക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്ന പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് അല്ല. അവിടെ പറയുന്നത് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് റൂൾസും പ്രകാരമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. അത് പല സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പകരം ഈ 2 ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടുന്ന് വായിക്കുക. അതിന് വ്യക്തമായിട്ട് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. ഇല്ലാത്തവർ ആ 2 പോയിന്റ് നോട്ട് ചെയ്യുക. ഒരിക്കലും നമുക്ക് എക്സാമിന് എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്നോ കോസ്റ്റ് ഓഡിറ്റിൻ്റെ മീനിങ് എന്താണെന്നോ ഒരിക്കലും ചോദിക്കത്തില്ല. നമ്മൾ കോസ്റ്റ് ഓഡിറ്റിൻ്റെ പല പല ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ഇൻഡയറക്റ്റ് വേയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യണം. ആ ഇൻഡയറക്റ്റ് വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെരിഫൈ ചെയ്യുന്ന ഓഡിറ്റാണ്, അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ് എക്സാമിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെഫിനിഷൻ, ആ ഒരു ഡെഫിനിഷൻ കോട്ട് ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു മീനിങ് കോട്ട് ചെയ്തോ നമുക്ക് എഴുതാം. അതിനു വേണ്ടി അതെടുക്കുക. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഒരു തവണ 2022 സിലബസിൽ ഒരു തവണ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ദെൻ കോസ്റ്റ് ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് എന്തിനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള എന്താണ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്, നമുക്ക് സെയിൽസ് പ്രൈസിൻ്റെ മുകളിൽ ഒരു റീസണബിൾ മാർജിൻ സെറ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബഡ്ജറ്ററി കൺട്രോൾ പർപ്പസിന് വേണ്ടി, വേസ്റ്റ് മിനിമൈസേഷൻ പർപ്പസിന് വേണ്ടി, ഇൻവെൻട്രി കൺട്രോൾ പർപ്പസിന് വേണ്ടി, ഓവറോൾ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള സിറ്റുവേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയാസ് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് കഴിഞ്ഞാൽ പിന്നീട് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഹിസ്റ്ററിയാണ്. ജെനിസിസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്, ആ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഹിസ്റ്ററിയാണ് പിന്നീട് പറയുന്ന ഏരിയ. ഹിസ്റ്ററിയിൽ ഞാൻ എൻ്റെ നോട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ, ഗവൺമെൻറ് പർച്ചേസിൻ്റെ കേസിൽ പണ്ടൊക്കെ ഗവൺമെൻറ് ടെൻഡർ വിളിക്കുമ്പോൾ കോസ്റ്റ് പ്ലസ് സർട്ടൺ മാർജിൻ എന്ന് വിളിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ആ കോസ്റ്റ് പ്ലസ് സർട്ടൺ മാർജിൻ എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് കോൺട്രാക്റ്റിനകത്ത് പലതരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കേസിലാണ് ഗവൺമെൻറ്റിന് വീണ്ടും വിചാരം ഉണ്ടാവുകയും ഈ ഗവൺമെൻറ് കോൺട്രാക്റ്റിനകത്ത് കോസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചത്. അവിടുന്നാണ് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഒറിജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ 1944 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്യാൻ തീരുമാനിച്ചു. 1959 ആ ഇൻസ്റ്റിറ്റ്യൂട്ട് റിയാലിറ്റി വന്നു. ഇതുകൂടാതെ പലതരത്തിലുള്ള കമ്മീഷൻ, ബിപിൻ ബോസ് കമ്മീഷൻ, ഡെറ്റ കമ്മീഷൻ, ശാസ്ത്രി കമ്മിറ്റി, ദാത്രി കമ്മിറ്റി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കമ്മിറ്റീസ് ഗവൺമെൻറ് പല പർപ്പസിന് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം പറഞ്ഞത് ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് വേണം, ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ 1965 ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷത്തിൽ 1965 ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നോട്ട് ചെയ്ത് വെക്കണം. 1965 ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ 1956 കമ്പനീസ് ആക്ടിനകത്ത് 2 സെഷൻസ് തിരികെ കയറ്റി. സെഷൻ 233B, സെഷൻ 209 സബ്സെഷൻ 1D. ആ 2 സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. 1965 തൊട്ട് 2008 വരെ
കോസ്റ്റ് ഓഡിറ്റ് 44 ഇൻഡസ്ട്രിക്കകത്തായിരുന്നു കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2008 ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച കേസും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1944 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്യാൻ ഒരു ആലോചന ഉണ്ടായി. 59 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തു. 2012 ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ചേഞ്ച് ചെയ്തു. ആ 3 വർഷങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഏരിയയിൽ, അതായത് പേജ് നമ്പർ 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് 1965 233B എന്ന് വിളിക്കുന്ന സെഷൻ, 209 സബ്സെഷൻ 1D എന്ന് വിളിക്കുന്ന സെഷൻ, ഇത് കൂടാതെ സിമൻ്റ് എന്ന് വിളിക്കുന്ന ഒരു ഐറ്റവും കൂടെ ഓർത്ത് വെച്ചേക്കണം. ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് സിമൻറ്റിലാണ്. ആദ്യമായിട്ട് സിമൻറ്റിനകത്താണ് ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന മെയിൻ പ്രോഡക്റ്റ് സിമൻ്റാണ്. സോ 1965 ഇന്ത്യയിൽ കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 2008 നമ്മൾ എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചു. 2009 കമ്മിറ്റി റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു. 2011 ആദ്യമായിട്ട് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2011. ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2011 കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടേൺ ഓവറിനെ ബേസ് ചെയ്ത്, നെറ്റ്വർത്തിനെ ബേസ് ചെയ്ത്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ ബേസ് ചെയ്തൊക്കെ ആയിരുന്നു അവിടെ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി. സോ ആ ഒരു കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ ഒരുപാട് നാൾ നിന്നില്ല. സോ അത് റിമൂവ് ചെയ്തു. അതിനുശേഷം പുതിയ നമ്മൾ ഇപ്പോൾ കാണുന്ന 2014 കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിൻ്റെ പേര് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് എന്നായിരുന്നു. ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര്, ആ കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയും ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൊഫഷനിൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അറിയണം. ദെൻ 148 ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് 148. കമ്പനീസ് ആക്ടിൻ്റെ സെഷൻ 148 ഞാൻ എൻ്റെ വീഡിയോസിലും നോട്ടിലും എല്ലാം ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 148 പ്രകാരം എങ്ങനെയാണ് ഒരു കമ്പനിയിൽ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനിയിൽ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട 8 പോയിന്റുകൾ ഞാൻ നോട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ 8 പോയിന്റുകൾ വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നിട്ടുണ്ട്. അത് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. PV എന്ന് പറഞ്ഞ് തന്നെ അത് പഠിക്കണം. പരീക്ഷയ്ക്ക് വളരുന്ന വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സെഷൻ 148 എന്ന് വിളിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. നമുക്ക് നമ്മുടെ 2022 സിലബസിൽ ഈ ഒന്നാമത്തെ സ്റ്റഡി നോട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വന്നിരിക്കുക. ഒന്ന് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റും 2 ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റും. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് 2 ടൈപ്പുള്ള ഒബ്ജക്റ്റീവാണ്. ഒന്ന് ജനറൽ ഒബ്ജക്റ്റീവ്സും മറ്റൊന്ന് സോഷ്യൽ ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ജനറൽ ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവും 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ജനറൽ ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ് നെക്സ്റ്റ്. ഞാൻ യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്നല്ല ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. പകരം ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്ന ഏരിയ ആയിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റിൻ്റെ റെലവൻസ് എന്തിനാണ്, അതായത് കോസ്റ്റ് ഓഡിറ്റ് എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുക. അവിടെ ഞാൻ 12 പോയിന്റ് ഇട്ട് പറഞ്ഞു. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയുടെ മെക്കാനിസം പർപ്പസിന് വേണ്ടി, പ്രൈസ് കൺട്രോൾ മെക്കാനിസത്തിന് വേണ്ടി, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ കേസിൽ ആംസ് ലെങ്ത് പ്രൈസിൻ്റെ ഡിറ്റർമിനേഷൻ പർപ്പസിന് വേണ്ടി, പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി ഒക്കെ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ഇത് ചോദിച്ചു വരുന്നത് റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. സോ റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഡിറ്റിൻ്റെ റെലവൻസ്. സോ ഇവിടെ യൂട്ടിലിറ്റി ഓർ അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, അതായത് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും അവിടെ വ്യക്തമായിട്ട് ഞാൻ പോയിന്റ് ഇട്ട് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് നോക്കും. പിന്നീട് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഞാനിത് പറഞ്ഞത് ഇവിടെ അല്ല. ഞാൻ ഒന്നാമത്തെ സ്റ്റഡി നോട്ടിൻ്റെ വീഡിയോയിൽ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് ഇല്ല. പകരം ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് 4ാമത്തെ സ്റ്റഡി നോട്ടിൻ്റെ തുടക്കത്തിൽ ഞാൻ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്തിനാണ്,
എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ സ്റ്റഡി നോട്ട് പറയേണ്ടത്, അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയേണ്ടത്. അവിടെ ഞാൻ ഈ 6 പോയിന്റും ആ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിൽ ഞാൻ ഈ ടോപ്പിക്ക് വീണ്ടും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യും. സോ ഇതാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പൽസറി ക്വസ്റ്റ്യൻ പാർട്ടിൽ വരാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുക. നമ്മുടെ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഓരോ ചാപ്റ്റർ എൻഡ് ചെയ്യുമ്പോഴും MCQ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ സംസാരിക്കുന്നു. അതിൽ ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1965 എന്ന് വിളിക്കുന്ന വർഷം, ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്യുന്നു. ദെൻ സിമൻറ്റ്, ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ദാറ്റ് ഈസ് സിമൻറ്റ് എന്ന് വിളിക്കുന്ന ഐറ്റം, അത് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ആർക്കാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് ഈസ് സബ്മിറ്റഡ് ബൈ ദി കോസ്റ്റ് ഓഡിറ്റർ ടു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രൊഡക്ഷൻ ഓഫ് മാൻഡേറ്ററി കോസ്റ്റ് ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റൈൻഡ് ബൈ ദി കമ്പനീസ് ഇൻ ദ ഇയർ. സെൻട്രൽ ഗവൺമെൻറ് മാൻഡേറ്ററി കോസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ വർഷം 2011 വർഷമാണ്. 2011 ആദ്യമായിട്ട് നമ്മുടെ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അതിനകത്ത് വന്ന ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായി. സോ അതുകൊണ്ട് അത് ഒഴിവാക്കി 2014 നമ്മൾ ഇപ്പോൾ കാണുന്ന കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തു. The report of an audit of cost records is submitted by the cost auditor to. കോസ്റ്റ് ഓഡിറ്റർ കോസ്റ്റ് റെക്കോർഡ് ഓഡിറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഡിറ്റർ ഓഫ് ദി കമ്പനി ഹു ഈസ് ഇൻ ഡിഫോൾട്ട് ഇൻ കംപ്ലൈൻസ് വിത്ത് സെഷൻ 148 ഷാൽ ബി പണിഷബിൾ ഇൻ എ മാനർ ആസ് പ്രൊവൈഡഡ് ഇൻ. ഞാൻ കോസ്റ്റ് ഓഡിറ്റിൻ്റെ പണിഷ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് സെഷൻ 147 എന്ന് വിളിക്കുന്ന ഒരു സെഷൻ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. 147 139 തൊട്ട് 148 വരെയുള്ള സെഷൻസിനകത്ത് കോൺട്രവൻഷൻ വന്നു കഴിഞ്ഞാലുള്ള 147 പ്രകാരമുള്ള പെനാൽറ്റിയും അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ 147 പ്രകാരമായിരിക്കും അവിടെ കോസ്റ്റ് ഓഡിറ്റർക്ക് പണിഷ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. ട്രൂ ഓർ ഫോൾസ് നമുക്കില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ ട്രൂ ഓർ ഫോൾസ് ഇല്ല. അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമുക്ക് ഇല്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ MCQ ടൈപ്പിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ആൻസർ 4 ഓപ്ഷൻസ് ഉണ്ട്, ആ ഒരു രീതിയിലായിരിക്കും നമുക്ക്. സോ ഇതാണ് ഇവിടുന്നുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണ്, അതും കൂടെ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിൽ MCQ ടൈപ്പ് എന്ന് വിളിക്കുന്ന ഏരിയ, നമ്മുടെ കമ്പൾസറി ക്വസ്റ്റ്യൻ പാർട്ടിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കുറച്ച് കമ്പൾസറി ക്വസ്റ്റ്യൻ. 1965 ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത്, ആദ്യമായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പ്രോഡക്റ്റ് സിമൻ്റ് എന്ന് വിളിക്കുന്ന ഐറ്റമാണ് രണ്ടാമത്തെ ഐറ്റം. മൂന്നാമത്, ഞാൻ 4 സെഷൻസ് ആ ഒരു ഏരിയയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സെഷൻ 2 സബ്സെഷൻ 13, സെഷൻ 128, സെഷൻ 147, സെഷൻ 148 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 147 പ്രകാരമുള്ള കോസ്റ്റ് ഓഡിറ്റർക്ക് വരാൻ സാധിക്കുന്ന പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടും, ഒരു ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ 3 MCQs ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത് കൂടാതെയുള്ള തിയറി ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും വരാൻ സാധിക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ, റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റിൻ്റെ റെലവൻസ് എന്ന് വിളിക്കുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമിന് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ചോദിച്ചു, മറ്റൊരു എക്സാമിന് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ചോദിച്ചു, മൂന്നാമത്തെ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല.
അതുകൊണ്ട് തന്നെ നാലാമത് ഇനി നടക്കാൻ പോകുന്ന ഡിസംബർ എക്സാമിന് റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്ന ഏരിയ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. റെലവൻസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത് ഈ ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ സെഷൻ 148 ആണ്. സെഷൻ 148ലെ 8 പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 8 പോയിന്റ്സ് സെഷൻ 148 ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷനും തൊട്ടപ്പുറത്ത് ഡിസ്ക്വാളിഫിക്കേഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഏരിയ ഉണ്ട്. ആ കോസ്റ്റ് ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കാം. കോസ്റ്റ് ഓഡിറ്റർക്ക് ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ. അത് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. മെമ്പർഷിപ്പ് ഉള്ള COP ഉള്ള മെമ്പർഷിപ്പ് പ്ലസ് COP ഉള്ള ഒരു വ്യക്തിക്ക് കോസ്റ്റ് ഓഡിറ്ററായിട്ട് ആക്ട് ചെയ്യാം. സോ ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ. ബാക്കി ഞാൻ ഏകദേശം ഒരു 10-21 ഞാൻ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ഡിസ്ക്വാളിഫിക്കേഷൻ ഈ 3 ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഒരു തിയറി ക്വസ്റ്റ്യൻ അവിടെ 7 മാർക്കിന് ഒരെണ്ണമേ വരത്തുള്ളൂ. 7 മാർക്കിന് ഒരു തിയറി ക്വസ്റ്റ്യൻ അവിടെ കയറി വരും. ഈ കമ്പൾസറി ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പ്ലനേഷൻ ഇല്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പൾസറി ക്വസ്റ്റ്യന് റീസണിങ് ഇല്ല. സോ ഇവിടെ നിന്നും 2 കമ്പൾസറി ക്വസ്റ്റ്യൻ കിട്ടും, 2 മാർക്ക്, അങ്ങനെ 4 മാർക്ക് കമ്പൾസറി ക്വസ്റ്റ്യൻ. അപ്പോൾ 7 + 4 അങ്ങനെ 7 മാർക്കിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് വരിക. ഇത് കൂടാതെ നമ്മുടെ MCQയിൽ ഒരു MCQക്ക് 2 മാർക്കാണ് ഉള്ളത്. നമുക്ക് റീസണിങ് ഇല്ല, അറിയാം. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനിൽ റീസണിങ് എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു കമ്പൾസറി ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഏരിയയിൽ നിന്നും ഒന്നാമത്തെ ഏരിയയിൽ നിന്ന് കിട്ടും. സാധാരണ ഒന്നല്ല കണ്ടുവരുന്നത്, 2 കമ്പൾസറി ക്വസ്റ്റ്യൻ എന്തായാലും കയറി വരും. അങ്ങനെ 4 മാർക്ക് നമുക്ക് ഈ കമ്പൾസറി ക്വസ്റ്റ്യൻ MCQ നിന്ന് കിട്ടും. കറക്റ്റ് അങ്ങോട്ട് കുത്തിയാൽ മതി. എക്സ്പ്ലനേഷൻ ഇല്ല, റീസണിങ് ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ മാത്രമേ റീസണിങ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യൻ പേപ്പറിലും റീസണിങ് ഇല്ല. സോ റീസണിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 4 മാർക്കിന് MCQ, തൊട്ടപ്പുറത്ത് 7 മാർക്കിന് ഈ പറഞ്ഞിരിക്കുന്ന തിയറി ഏരിയാസ് ആയിരിക്കും. അപ്പോൾ 7 + 4 ഈ പറഞ്ഞിരിക്കുന്ന 11 മാർക്കിന് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടും. 11 മാർക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലെ ആ വീഡിയോ കണ്ട് അതിൻ്റെ PDF നോക്കി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് 11 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ സ്റ്റഡി നോട്ട് 1ൻ്റെ അവസ്ഥ. ഇനി സ്റ്റഡി നോട്ട് 2ലേക്ക് പോവുകയാണ്. കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2014 ആണ് സംസാരിക്കാൻ പോകുന്നത്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഞാൻ എൻ്റെ 2ാമത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഡിറ്റിനകത്ത് ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും എല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കോസ്റ്റ് ഓഡിറ്റിനകത്ത് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2014 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് റൂൾ 1 ആണ്. ഞാൻ റൂൾ 1 എന്താണെന്ന് ഞാനവിടെ പറഞ്ഞിട്ടില്ല. റൂൾ 1 എന്ന് തൊട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്നുള്ള സിറ്റുവേഷനാണ് റൂൾ 1ൽ പറയുക. ആ റൂൾ 1 അവിടെ പ്രസക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഏതൊരു റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്ന് തൊട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഈ റൂൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അങ്ങനൊന്നും കറങ്ങി പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനത് ഒഴിവാക്കി. റൂൾ 2 പ്രകാരം ഡെഫിനിഷൻസ് ആണ്. ഈ കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2014 ഉപയോഗിക്കുന്ന സർട്ടൺ ഡെഫിനിഷൻസ് ആണ് അവിടെ പറയുന്നത്. ആ ഡെഫിനിഷൻസും ഞാൻ പറഞ്ഞിട്ടില്ല. പകരം ഞാൻ കയറിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ 3യിലേക്കാണ് കയറുന്നത്. റൂൾ 3 ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. കോസ്റ്റ് റെക്കോർഡിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. റൂൾ 3യിലേക്കാണ് ഞാൻ പോയത്. ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് റെക്കോർഡാണ് പോയത്. അതിൽ ഓവറോൾ ടേൺ ഓവർ 35 കോടി കവർ ചെയ്താൽ കമ്പൽസറി മാൻഡേറ്ററി കോസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനാണ് ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ളത്. ഒരു കമ്പനി അവരുടെ ഓവറോൾ ടേൺ ഓവർ 35 കോടി കവർ ചെയ്താൽ കമ്പൽസറി മാൻഡേറ്ററി കോസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. അവിടെ പ്രത്യേകം ഞാൻ MSMEഡിയെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൈക്രോസ് എൻ്റർപ്രൈസസ് ഓർ സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ടെങ്കിൽ ആ മൈക്രോ ഓർ സ്മോൾ എൻ്റർപ്രൈസസിന് ഒരു കാരണവശാലും റൂൾ 3 അനുസരിച്ച് റെക്കോർഡ് ആപ്ലിക്കബിൾ അല്ല. അതിനനുസരിച്ച് ഒരു കാരണവശാലും ഇവർ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യേണ്ട. അതിനനുസരിച്ച് ഇവർക്ക് ഓഡിറ്റും ആപ്ലിക്കബിൾ ആകാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് റൂൾ 3 കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ഇത്.
അതുമായി ബന്ധപ്പെട്ട ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന റൂള് ദറ്റ് ഈസ് ഡൊമസ്റ്റിക് കമ്പനി ഓർ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആകും. അതിന് ലിസ്റ്റഡ് ഇൻ ടേബിൾ ഓഫ് റൂൾ 3. റൂൾ 3യിൽ 2 ടേബിൾ ഉണ്ട്. ടേബിൾ എ എന്ന് പറഞ്ഞിട്ട് റെഗുലേറ്ററി ഇൻഡസ്ട്രിയും ടേബിൾ ബി എന്ന് പറഞ്ഞ് നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രിയും. ടേബിൾ എയിൽ 6 ഇൻഡസ്ട്രീസിനെ റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി റിമൈനിങ് ഇൻഡസ്ട്രീസിനെ തൊട്ടപ്പുറത്ത് നോൺ റെഗുലേറ്റഡ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്ന ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി അത് റെഗുലേറ്റഡ് ആയിക്കോട്ടെ നോൺ റെഗുലേറ്റഡ് ആയിക്കോട്ടെ, അവർ ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ കഴിഞ്ഞ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ഓവറോൾ ടേൺ ഓവർ 35 കോടി കവർ ചെയ്താൽ കമ്പൽസറി മാൻഡേറ്ററി കോസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റുവേഷനാണ് റൂൾ 3യിൽ പറയുന്നത്. റൂൾ 3 കോസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് പറയുക. അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആകുന്നവർക്ക് ഒരു കാരണവശാലും കോസ്റ്റ് റെക്കോർഡില്ല, കോസ്റ്റ് ഓഡിറ്റ് ഇല്ല. അവിടെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ മാത്രമാണ് അവിടെ കോസ്റ്റ് റെക്കോർഡ്സും കോസ്റ്റ് ഓഡിറ്റിൻ്റെയും ആപ്ലിക്കബിലിറ്റി വരുന്നത്. അതാണ് റൂൾ 3യിൽ പറയുക. ദെൻ റൂൾ 4 ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ റെഗുലേറ്ററി ഇൻഡസ്ട്രി തൊട്ടപ്പുറത്ത് നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി ദാറ്റ് ഈസ് 50 കോടി, ഇപ്പുറത്ത് നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി 100 കോടി, തൊട്ടപ്പുറത്ത് 50 കോടി ആൻഡ് 25 കോടി ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ്, ഇവിടെ ആൻഡ് 35 കോടി. ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് റൂൾ 4 പറയുന്നത്. ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി 50 കോടി, തൊട്ടപ്പുറത്ത് 25 കോടി, 100 കോടി, 35 കോടി എന്ന് വിളിക്കുന്ന സിറ്റുവേഷൻ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്, നമുക്ക് ഒരു കമ്പനി, ആ കമ്പനി ഡൊമസ്റ്റിക് കൺസംഷൻ നടത്തുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. ആ കമ്പനി റെഗുലേറ്ററി ഇൻഡസ്ട്രിയിലായിക്കോട്ടെ നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവരുടെ കഴിഞ്ഞ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് വിളിക്കുന്നത് 75% മൊത്തം റവന്യൂവിൽ 75% കൂടുതൽ റവന്യൂ ഫോറിൽ നിന്നാണ്. അത് കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് വഴിയാണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് റൂൾ 3 മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ, റൂൾ 4 ആപ്ലിക്കബിൾ അല്ല. ഒരു കമ്പനി അത് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം, അത് റെഗുലേറ്റർ ആയിക്കോട്ടെ നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ റൂൾ 3 ആപ്ലിക്കബിൾ ഉള്ളൂ, റൂൾ 4 ആപ്ലിക്കബിൾ അല്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നാമത്തെ കമ്പൾസറി ക്വസ്റ്റൻ ആയിരുന്നു 75% എന്നുള്ള സിറ്റുവേഷൻ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അതേപോലെ അവിടുന്ന് മാർക്ക് ചെയ്യേണ്ട മറ്റൊരു ഐറ്റം സെസ് ആണ്. ഈ 2 കേസിലും മൊത്തം റവന്യൂവിൽ 75% കൂടുതൽ റവന്യൂ അത് വിദേശത്തു നിന്നാണ്, അത് കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് വഴിയാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് റൂൾ 3 ആപ്ലിക്കബിൾ ഉള്ളൂ, 4 ആപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ സെസ്സിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം, അത് റെഗുലേറ്ററി ആയിക്കോട്ടെ നോൺ റെഗുലേറ്ററി ആയിക്കോട്ടെ, സെസ്സിനകത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്കും റൂൾ 3 ആപ്ലിക്കബിൾ ഉള്ളൂ, റൂൾ 4 ആപ്ലിക്കബിൾ അല്ല എന്നുള്ള സിറ്റുവേഷൻ. ദെൻ അതിനുശേഷം അതിനകത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്മൾ എലമെൻസിനെ കുറിച്ച് പറഞ്ഞു. അതായത് റെഗുലേറ്ററി ഇൻഡസ്ട്രി നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി അതിൻ്റെ ലിമിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതാണ് റൂൾ 4 എന്ന് വിളിക്കുന്ന സിറ്റുവേഷൻ. നെക്സ്റ്റ് റൂൾ 5 ആണ്. റൂൾ 5 മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്, ടീ, കോഫി, മിൽക്ക് പൗഡർ, ഇലക്ട്രോണിക് മെഷീനറി ഇവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോസ്റ്റ് റെക്കോർഡ് പറയുന്നതാണ് റൂൾ 5 എന്ന് വിളിക്കുന്ന റൂൾ 5 അതാണ് പറയുക. അതിൽ ഇപ്രാവശ്യം പുതിയൊരു അമെൻമെൻറ്റ് ഇതിൽ വരാൻ സാധിക്കുന്നുണ്ട്. ഈ റൂൾ 5 എടുത്തു കളയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ടീ, കോഫി, മിൽക്ക് പൗഡർ, ഇലക്ട്രോണിക് മെഷീനറിക്ക് പുതിയ റെക്കോർഡ് റൂൾ പ്രകാരം ഇവർക്ക് റെക്കോർഡ് ആപ്ലിക്കബിൾ അല്ല. സോ കോസ്റ്റ് ഓഡിറ്റും ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് റൂൾ 5 നോട്ട് ചെയ്ത് വെച്ചേക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് റൂൾ 5 ഇവർക്കാണ് ആപ്ലിക്കബിൾ. ഞാൻ വരാൻ സാധിക്കുന്ന ഒരു അമെൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്, അത് വിട്ടേക്കുക. സോ റൂൾ 5 മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. റൂൾ 6 കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ടൈം ലിമിറ്റ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുക.
അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കാഷ്വൽ വേക്കൻസി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണോ കാഷ്വൽ വേക്കൻസി ഇൻക്വയർ ആകുന്നത്, ആ കാഷ്വൽ വേക്കൻസി ഇൻക്വയർ ആയി വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ കമ്പനിയിൽ പുതിയ ഒരു കോസ്റ്റ് ഓഡിറ്ററിനെ CRA 2 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം എന്ന് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് പറയുന്നതാണ് റൂൾ 6. ആ റൂൾ 6ൽ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ റൂൾ 6 നമ്മൾ നോക്കുമ്പോൾ, റൂൾ 6 കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കുറച്ച് ഡെഡ്ലൈൻസ്, കുറച്ച് ടൈം ലിമിറ്റ് അവിടെ സംസാരിക്കുന്നുണ്ട്. ആ ടൈം ലിമിറ്റാണ് പറയുന്നത്. ആ ടൈം ലിമിറ്റ് പ്രകാരം ഈ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ടൈം ലിമിറ്റാണ്. അതിൽ ഒരു കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ മാക്സിമം നമ്മുടെ കയ്യിലിരിക്കുന്നത് 180 ദിവസമാണ്. 180 ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോസ്റ്റ് ഓഡിറ്ററിനെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ബോർഡ് മീറ്റിംഗ് കൂടുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്ത് ബോർഡ് മീറ്റിംഗ് കൂടുകയാണെങ്കിൽ, ബോർഡ് മീറ്റിംഗ് കൂടി വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ CRA 2 എന്ന് വിളിക്കുന്ന അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഫോം സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്തിരിക്കണം. ഇൻ കേസ് ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്ത് ബോർഡ് മീറ്റിംഗ് കൂടിയില്ല എങ്കിൽ മാക്സിമം ടൈം ലിമിറ്റ് 180 ദിവസമാണ്. ഇതിലെ രണ്ടിലെയും വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണോ ആ ഏർലിയർ ഡേറ്റിലായിരിക്കും കമ്പനിയുടെ കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. 30 ദിവസവും 180 ദിവസവും. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഒരു കോസ്റ്റ് ഓഡിറ്റർ മാക്സിമം ടൈം ലിമിറ്റ് കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയിൽ 180 ദിവസമാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു കോസ്റ്റ് ഓഡിറ്ററിനെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തപ്പോഴാണ് കാഷ്വൽ വേക്കൻസി വന്നത്. വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ ആ കാഷ്വൽ വേക്കൻസി ഫുൾഫില്ല് ചെയ്തിരിക്കണം. സോ അതുമായി ബന്ധപ്പെട്ട് CRA 2 നമ്മൾ വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ ബോർഡ് മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ CRA 2 നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. CRA 3 സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. വിത്തിൻ 180 ദിവസത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന CRA 3 ഫയൽ ചെയ്യണം. എന്നാണോ CRA 3 ഫയൽ ചെയ്ത് അവിടം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ കമ്പനി സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്യേണ്ട മറ്റൊരു ഫോം CRA 4. അപ്പോൾ ഇതിനകത്ത് CRA 1 മാത്രം ടൈം ലിമിറ്റ് ഇല്ല. ബാക്കി CRA 2 ടൈം ലിമിറ്റ് ഉണ്ട്, 3 ടൈം ലിമിറ്റ് ഉണ്ട്, 4 ടൈം ലിമിറ്റ് ഉണ്ട്. 4 ടൈം ലിമിറ്റ് 30 ദിവസം, 3 ടൈം ലിമിറ്റ് 180 ദിവസം. ഇതിൻ്റെ ടൈം ലിമിറ്റ് ഒന്നുകിൽ ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്ത് ബോർഡ് മീറ്റിംഗ് കൂടിയാൽ വിത്തിൻ 30 ദിവസത്തിനുള്ളിൽ CRA 2 ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ 180 ദിവസത്തിനുള്ളിൽ CRA 2 ഫയൽ ചെയ്യാം. സോ അതാണ് അവിടെ ടൈം ലിമിറ്റ്. അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് കാഷ്വൽ വേക്കൻസി ആണ്. കാഷ്വൽ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ എന്നാണോ കാഷ്വൽ വേക്കൻസി ഇൻക്വയർ ആയത് അവിടം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ കമ്പനിയിലെ പുതിയൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. സോ പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ 4 ഫോംസ് ആണ് പറയുക. CRA 1, CRA 2, CRA 3, CRA 4 എന്ന് വിളിക്കുന്ന 4 ഫോംസിനെ കുറിച്ചിട്ടാണ് പറയുക. ഞാൻ 4 ഫോംസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ CRA 1 31 റെക്കോർഡ്സ് ആണ്. CRA 1 പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്ത 31 റെക്കോർഡ്സ് ആണ്. അതിൽ ഒരു റെക്കോർഡ് എക്സാമിന് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ആ റെക്കോർഡ് എഴുതേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ഏരിയയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ദെൻ CRA 2 കോസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യുന്ന ഇൻറ്റിമേഷനാണ് CRA 2. ഇൻറ്റിമേഷൻ ഫയലിൻ്റെ ടൈം ലിമിറ്റും അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. CRA 3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നതാണ്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D എന്ന് വിളിക്കുന്ന 4 പാർട്ടിൽ. ദെൻ CRA 4 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനി സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്യുന്നതാണ് CRA 4. ആ CRA 4 ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഏത് ലാംഗ്വേജിൽ, XBRL ലാംഗ്വേജിൽ ഫയൽ ചെയ്യണം. വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എന്നാണോ CRA 3 കിട്ടുക അവിടം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ CRA 4 സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്യും. നെക്സ്റ്റ്, ഈ കോസ്റ്റ് ഓഡിറ്റ് ഒഫീഷ്യൽ ഗസറ്റിൽ കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ടൂൾ 2014 ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വലിച്ചു നീട്ടി പറയുകയാണ്. ആ ഏരിയാസ് ആണ് ഇനി പോകുന്നത്. അതിൽ ആദ്യം ഒരു ഷോർട്ട് ടൈറ്റിൽ
ഈ കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടം തൊട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ഒന്നും ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇനി കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പ് പ്ലസ് വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള വ്യക്തിയാണ് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട് എന്ന് വിളിക്കുന്ന വ്യക്തി. അത് മാത്രമേ അതിനകത്തുള്ളൂ, വേറൊന്നും അതിനകത്ത് പറയാനില്ല. ദെൻ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ് നെക്സ്റ്റ് പറഞ്ഞത്. കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി നമ്മൾ സംസാരിച്ചു. ഓവറോൾ ടേൺ 35 കോടി കവർ ചെയ്താൽ കമ്പൽസറി മാൻഡേറ്ററി കോസ്റ്റ് റെക്കോർഡ് ആപ്ലിക്കബിൾ ആകുമെന്ന് പറഞ്ഞു. അതിൽ റെഗുലേറ്ററി ഇൻഡസ്ട്രീസ് ഏതൊക്കെ? ടേബിൾ എ ഉണ്ട്, ടേബിൾ ബി ഉണ്ട്. ടേബിൾ എയിൽ റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുന്നു, ടേബിൾ ബിയിൽ നോൺ റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുന്നു. അതിൽ ടേബിൾ എയിൽ 6 ഇൻഡസ്ട്രീസ് ഓർത്തു വെക്കണം. ഒന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്, ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നാമത്തെ ഐറ്റം. 2 ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി. അങ്ങനെ തന്നെ പഠിക്കണം, കാരണം അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെഗുലേറ്ററി ഇൻഡസ്ട്രിയിൽ വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇലക്ട്രിസിറ്റി ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ തേർഡ് വൺ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഫോർത്ത് വൺ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഫിഫ്ത്ത് വൺ ഫെർട്ടിലൈസർ, ദെൻ സിക്സ്ത് വൺ ഷുഗർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്ന് വിളിക്കുന്ന ഐറ്റം. ഈ 6 എണ്ണമാണ് റെഗുലേറ്ററി ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന 6 ഇൻഡസ്ട്രി. നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി വെറുതെ ഇരുന്ന് പോലും പഠിക്കണ്ട, നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി വിട്ടേക്കുക. നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി വേണ്ട, റെഗുലേറ്ററി ഇൻഡസ്ട്രീസ് ആണ് അവിടെ വേണ്ടത്. സോ ആ റെഗുലേറ്ററി ഇൻഡസ്ട്രീസ്. ദെൻ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി 2 സിറ്റുവേഷൻ, റെഗുലേറ്ററി ഇൻഡസ്ട്രി ഓവറോൾ ടേൺ ഓവർ 50 കോടി, ഇൻഡിവിജ്വൽ പ്രോഡക്റ്റോ സർവീസോ 25 കോടി. നോൺ റെഗുലേറ്ററി ഇൻഡസ്ട്രി ഓവറോൾ ടേൺ ഓവർ 100 കോടി, ഇൻഡിവിജ്വൽ പ്രോഡക്റ്റോ സർവീസോ 35 കോടി എന്നുള്ള സിറ്റുവേഷൻ ഓൾറെഡി സംസാരിച്ചു. ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആണ് പിന്നെ വരുന്നത്. CRA 1 നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. CRA 1 പ്രകാരമാണ് നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ട്. സാധാരണ ഒരു കമ്പനിയിൽ തയ്യാറാക്കുന്ന വേരിയസ് ടൈപ്പുള്ള റെക്കോർഡ്സ് ഉണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ റെക്കോർഡ്. സാധാരണ ഒരു കമ്പനി, ഏതൊരു കമ്പനിയും തയ്യാറാക്കുന്നതാണ് പ്രൊഡക്ഷൻ റെക്കോർഡ്സ്. എത്ര റോ മെറ്റീരിയൽ പോയി, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര സ്ക്രാപ്പ് ഉണ്ട്, എത്ര വേസ്റ്റ് ഉണ്ട്, എത്ര ഐഡിയൽ ടൈം ഉണ്ട്, ഈ പറഞ്ഞ മെഷീൻ്റെ യൂട്ടിലൈസേഷൻ, അതിനെക്കുറിച്ചിട്ടുള്ള ഒന്നാമത്തെ പ്രൊഡക്ഷൻ റെക്കോർഡ്. അത് സ്വാഭാവികമായും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന നോർമൽ റെക്കോർഡാണ്. വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് സ്റ്റോക്കിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീം, പവർ, വാട്ടർ, എയർ കണ്ടീഷനിങ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ട യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്ന ഐറ്റം നോർമലി തയ്യാറാക്കുന്നതാണ്. പിന്നെ സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സുമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ എന്നുമായി ബന്ധപ്പെട്ട ഐറ്റം, റോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ഐറ്റം, പ്രോസസ് മെറ്റീരിയൽസ് ഇതുമായി ബന്ധപ്പെട്ടതും, ദെൻ വേജസും സാലറിയെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്. ഈ റെക്കോർഡെല്ലാം നോർമലി ഓവർഹെഡ്, അതേപോലെ സെയിൽസ്, റെക്കോർഡ്സ് ഓഫ് ഇൻ്റർ കമ്പനി ആൻഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോസ്റ്റ് റെക്കോർഡ്സ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി നോർമലി ക്രിയേറ്റ് ചെയ്യുന്ന കോസ്റ്റ് റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ പ്രകാരം CRA 1 പ്രകാരം നമ്മൾ വേരിയസ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിലേക്ക് ഇനി പോകണം, ആ റെക്കോർഡ് പറയും. ദെൻ പിന്നീട് കോസ്റ്റ് ഓഡിറ്റ് ആണ്. ഞാൻ എൻ്റെ 2ാമത്തെ സ്റ്റഡി നോട്ടിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു കോസ്റ്റ് ഓഡിറ്റിലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞായിരുന്നു, സെഷൻ 148 ആണ് ചോദിക്കുന്നതെങ്കിൽ 148ലെ 8 പോയിന്റ് എഴുതാൻ. സെഷൻ 148 അല്ല, കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് ആണെങ്കിൽ ആ ഡീറ്റെയിൽഡ് പ്രൊവിഷൻ നോക്കുക. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഡിറ്റിൻ്റെ കംപ്ലീറ്റ് പ്രൊവിഷൻ. ഞാൻ എൻ്റെ നോട്ടിലും അതിൻ്റെ PDF ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. സോ അതാണ് അവിടെ ഉള്ളത്. ഇനി ഇങ്ങോട്ട് നമ്മുടെ 4 ഫോംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അതിൽ ഒന്നാമത്തത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഫസ്റ്റ് പറയുന്നത് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 CRA 1 അനുസരിച്ചിട്ടുള്ള റെക്കോർഡ്സിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ റെക്കോർഡ് മെറ്റീരിയൽ കോസ്റ്റ്. നിങ്ങളത് നോക്കിയേ,
എവിടെയെങ്കിലും നിങ്ങൾ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും വീഡിയോസ് കണ്ടതനുസരിച്ച് ഈ മെറ്റീരിയൽ കോസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കണം. കണ്ടിട്ടുണ്ട്. അതായത് CA6 അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. CA6ൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എടുക്കും. അതിൻ്റെ കൂടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ഇൻഷുറൻസ് ഇതെല്ലാം ആഡ് ബാക്ക് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്ത് ബാക്കി എടുക്കും. ഫിനാൻസ് കോസ്റ്റ് ഒരു കാരണവശാലും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സെൽഫ് മാനുഫാക്ചർ ആണെങ്കിൽ 5 കോസ്റ്റിൻ്റെ സമ്മാണ്. സ്പെയർ പാർട്സിൽ ഓർഡിനറി സ്പെയർ പാർട്സ് ഉണ്ട്, ഹൈ വാല്യൂ സ്പെയർ പാർട്സ് ഉണ്ട്. ഓർഡിനറി സ്പെയർ പാർട്സ് മെറ്റീരിയലിൻ്റെ പ്രൈസിലേക്ക് ഇടും. ഹൈ വാല്യൂ സ്പെയർ പാർട്സ് ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസ് ഓഫ് സ്പോയിലേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൈനിങ് യൂട്ടിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോറക്സ് കമ്പോണൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നാണോ ഇമ്പോർട്ട് ചെയ്തത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കും. ഡെമറേജും പെനാൽറ്റിയും ഒരു കാരണവശാലും എടുക്കത്തില്ല. സബ്സിഡി ഇൻസെൻറ്റീവ്സ് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ CA6ൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CRA1 ഒന്നാമത്തെ റെക്കോർഡ് മെറ്റീരിയൽ കോസ്റ്റ് ചോദിച്ചാൽ ഏത് എഴുതിയാൽ മതി? CA6ൻ്റെ മെറ്റീരിയലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതായി പരിപാടി കഴിഞ്ഞു. സോ അതാ ഞാൻ പറഞ്ഞ അന്ന് ഒരു പിടിക്ക് 2 പക്ഷിനെ അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് പഠിക്കുക, സ്റ്റാൻഡേർഡിൽ നിന്ന് റെക്കോർഡ് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പോവുക. ദെൻ അത് നോക്കിയാൽ മതി, അത് തന്നെയാണ്. ദെൻ എംപ്ലോയി കോസ്റ്റ്. എംപ്ലോയി കോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി കോസ്റ്റ് ഗ്രോസ് പേയിലാണ് എംപ്ലോയി കോസ്റ്റ് മെഷർ ചെയ്യുന്നത്. ഗ്രോസ് പേയിലാണ്. എംപ്ലോയി കോസ്റ്റുമായി ബന്ധപ്പെട്ട് ബോണസ് വന്നിട്ടുണ്ടെങ്കിൽ ബോണസ് ഫോം പാർട്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ കൊടുക്കുന്ന റെമ്യൂണറേഷൻ എംപ്ലോയി കോസ്റ്റിലേക്കും അതേപോലെ തന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലേക്ക് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. VRS പോലെയുള്ള സെപ്പറേഷൻ കോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ അമോർട്ടൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡിയൽ ടൈം വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡിയൽ ടൈം വെച്ച് കമ്പ്യൂട്ട് ചെയ്തെടുക്കും. ഒരു കാരണവശാലും ഇമ്പ്യൂട്ടർ കോസ്റ്റ് എടുക്കാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ CA7 പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അവിടെ പരിപാടി കഴിഞ്ഞു. വീണ്ടും പറയുന്നു, ഒരു വെടിക്ക് 2 പക്ഷിനെ CASന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ യൂട്ടിലിറ്റി. ഓരോ യൂട്ടിലിറ്റിക്കും പ്രത്യേകം കോസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ഓരോന്നും പ്രത്യേകം മെഷർ ചെയ്യണം. യൂട്ടിലിറ്റി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് പർച്ചേസ് പ്രൈസ് അങ്ങോട്ട് എഴുതി വയ്ക്കും. അതിൻ്റെ കൂടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ഇൻഷുറൻസ്, മറ്റേതെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യും. സെൽഫ് മാനുഫാക്ചർ ആണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ് ഇതിൻ്റെ സമ്മായിരിക്കും. ഇതെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ CA പറഞ്ഞിരിക്കുന്ന 8ൻ്റെ കോപ്പി പേസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇട്ടാൽ മതി. പരിപാടി കഴിഞ്ഞു. അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് CS10 ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് CS12 അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ CA16 ഡിപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓവർഹെഡ് CS3 ഓവർഹെഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം അപ്പുറത്ത് സ്റ്റാൻഡേർഡിൽ പറഞ്ഞതാണ് ഇതെല്ലാം. പിന്നീട് വരുന്ന പ്രോബ്ലം ഏരിയാസ്. പിന്നെ ഞാനവിടെ പറഞ്ഞു കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ റെക്കോർഡ്, സെയിൽസ് റെക്കോർഡ്, ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ് അതെല്ലാം കോമൺലി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ 24 ഈ പറഞ്ഞിരിക്കുന്ന 24 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഈ 31 റെക്കോർഡ്സിൽ ഈ 24 സ്റ്റാൻഡേർഡ്സ് കവർ ചെയ്യും. പിന്നെ ഉള്ളത് നമ്മൾ ഏറ്റവും താഴെയുള്ള നമ്മുടെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പ്രോബ്ലമാണ്. ഇത് പ്രോബ്ലം ചോദിക്കുന്ന ഏരിയ ആണ്. പ്രോബ്ലമാണ് നമ്മുടെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ഏരിയ ആണ്. അതേപോലെ തന്നെ നമുക്ക് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് പ്രോബ്ലം ഉണ്ട്, വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇങ്ങനെയുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അവിടുന്ന് എന്ത് പഠിക്കുക? ഈ പറഞ്ഞിരിക്കുന്ന CAS പഠിക്കുക. CAS പഠിച്ചാൽ അവിടെ നിങ്ങോട്ടേക്ക് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ് സുഖമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. CS1 ആ 31 റെക്കോർഡിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. ആ 31 റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റാൻഡേർഡിൻ്റെയും പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻ്റ് ആണ് ആ 31 റെക്കോർഡിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 24 സ്റ്റാൻഡേർഡ്സിന് 24 പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. ആ 24 സ്റ്റാൻഡേർഡ് 24 CRA1 24 റെക്കോർഡ് കവർ ചെയ്യും. പിന്നീട് വരുന്നത് സാധാരണ നമ്മുടെ പ്രൊഡക്ഷൻ റെക്കോർഡ്, സെയിൽസ് റെക്കോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് എന്നൊക്കെ വിളിക്കുന്ന സാധാരണ കോമൺലി തയ്യാറാക്കുന്ന റെക്കോർഡും 2 പ്രോബ്ലം ഏരിയ ഇവിടെ കിടപ്പുണ്ട്. ഒന്ന് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഇവിടെ ഉണ്ട്. അവിടുന്ന് പ്രോബ്ലമാണ് ചോദിക്കുക. ഇതുകൂടാതെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും പ്രോബ്ലമാണ്. അപ്പോൾ 24, 25, 26 കഴിഞ്ഞാൽ ബാക്കിയുള്ള 4
ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും ചേർന്നിട്ടുള്ള 5 എണ്ണം സാധാരണ കോമൺ റെക്കോർഡ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് പഠിക്കണ്ട. പകരം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് പഠിച്ചാൽ ഒരു വെടിക്ക് 2 പക്ഷിനെ അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് CRA 2 ആണ്. CRA 2 ഇൻറ്റിമേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ ആണ്. ദാറ്റ് ഈസ് CRA 2 എന്ന് വിളിക്കുന്ന ഐറ്റം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CRA 2 ഫയൽ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ന പേഴ്സണെ കോസ്റ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യുന്ന ഫോമാണ് CRA 2. ആ CRA 2 ലൈക്ക് എൻ XBRL ലാംഗ്വേജ് ആണ്. അവിടുത്തെ ആദ്യം നമ്മൾ സിൻ നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുക്കും, അത് പ്രീ ഫില്ലാവും. സോ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം അവസാനം നമുക്ക് ഈ പറഞ്ഞ ബോർഡ് റെസൊല്യൂഷൻ്റെ കോപ്പിയുണ്ട്. ആ കോപ്പിയും സഹിതം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷണൽ അറ്റാച്ച്മെൻറ്റും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്ത് നമ്മൾ സാധാരണ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി ഈ പറഞ്ഞ DSC വെച്ച് സൈൻ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ CRA 2 നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്യും. അതിൻ്റെ ഫോർമാറ്റാണ് ലൈക്ക് എൻ XBRL ഫോർമാറ്റാണ്. അതിൽ മോഡിഫൈ പറഞ്ഞിട്ടുണ്ട്. മോഡിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ എറേഴ്സ് ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫൈ എന്ന് വിളിക്കുന്ന ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എഡിറ്റ് ഓപ്ഷൻ വരും, നമുക്ക് എഡിറ്റ് ചെയ്യാം. ചെക്ക് ഫോം എവിടെയെങ്കിലും കാരണവശാൽ നമുക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഫില്ല് ചെയ്യാതെ പോകുന്ന ചില ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫില്ലപ്പ് ചെയ്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ഫോം കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്യാത്ത ഏരിയാസ് ആ പറയുന്നിരിക്കുന്ന എലമെൻറ്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. അതേപോലെ പ്രീ സ്ക്രൂട്ടണി മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അതിനുശേഷം സബ്മിറ്റ് ചെയ്യും. സോ ഇതാണ് CRA 2. ഇത് CRA 3. CRA 3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫയൽ ചെയ്യുന്ന ഫോമാണ് CRA 3 എന്ന് വിളിക്കുന്ന ഫോം. ആ CRA 3ൻ്റെ ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്. CRA 3 ഫയൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനക്സേഴ്സ് ഉണ്ട്. പാർട്ട് A, പാർട്ട് B ഫോർ മാനുഫാക്ചറിങ് സെക്ടർ, പാർട്ട് C ഫോർ സർവീസ് സെക്ടർ, ഇത് കൂടാതെ പാർട്ട് D എന്ന് വിളിക്കുന്ന ഐറ്റം. അതിൽ ഓരോ അനക്സേഴ്സ് ആണ്. പാർട്ട് എയിൽ ജനറൽ ഇൻഫർമേഷൻ അനക്സർ ആണ്. അത് ദെൻ കോസ്റ്റ് ഓഡിറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് പോളിസി, അങ്ങനെ തുടങ്ങി ആ അനക്സേഴ്സ് ആണ്. ഇതൊന്നും നോക്കണ്ട, ഇതൊന്നും ചെക്ക് ചെയ്യണ്ട, ഇതൊന്നും ഒരു കാരണവശാലും നോക്കണ്ട. എന്തുകൊണ്ട് നോക്കണ്ട എന്നുള്ളത് ഇപ്പം തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ സംസാരിക്കും. സോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ മറിച്ച് പോയാൽ മതി. ഇവിടെ നമുക്ക് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് പറയുന്നുണ്ട് ഈ ഏരിയയിൽ. ആ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് ഇട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. സോ ആ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് CS 1 ആ 31 റെക്കോർഡിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. ആ 31 റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റാൻഡേർഡിൻ്റെയും പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻ്റ് ആണ് ആ 31 റെക്കോർഡിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 24 സ്റ്റാൻഡേർഡ്സിന് 24 പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. ആ 24 സ്റ്റാൻഡേർഡ് 24 CRA 1 24 റെക്കോർഡ് കവർ ചെയ്യും. പിന്നീട് വരുന്നത് സാധാരണ നമ്മുടെ പ്രൊഡക്ഷൻ റെക്കോർഡ്, സെയിൽസ് റെക്കോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് എന്നൊക്കെ വിളിക്കുന്ന സാധാരണ കോമൺലി തയ്യാറാക്കുന്ന റെക്കോർഡും 2 പ്രോബ്ലം ഏരിയ ഇവിടെ കിടപ്പുണ്ട്. ഒന്ന് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഇവിടെ ഉണ്ട്. അവിടുന്ന് പ്രോബ്ലമാണ് ചോദിക്കുക. ഇതുകൂടാതെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും പ്രോബ്ലമാണ്. അപ്പോൾ 24, 25, 26 26 കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും ചേർന്നിട്ടുള്ള 5 എണ്ണം സാധാരണ കോമൺ റെക്കോർഡ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് പഠിക്കണ്ട. പകരം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് പഠിച്ചാൽ ഒരു വെടിക്ക് 2 പക്ഷിനെ അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് CRA 2 ആണ്. CRA 2 ഇൻറ്റിമേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ ആണ്. ദാറ്റ് ഈസ് CRA 2 എന്ന് വിളിക്കുന്ന ഐറ്റം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CRA 2 ഫയൽ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ന പേഴ്സണെ കോസ്റ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യുന്ന ഫോമാണ് CRA 2. ആ CRA 2 ലൈക്ക് എൻ XBRL ലാംഗ്വേജ് ആണ്. അവിടുത്തെ ആദ്യം നമ്മൾ സിൻ നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുക്കും, അത് പ്രീ ഫില്ലാവും. സോ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം അവസാനം നമുക്ക് ഈ പറഞ്ഞ ബോർഡ് റെസൊല്യൂഷൻ്റെ കോപ്പിയുണ്ട്. ആ കോപ്പിയും സഹിതം
നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷണൽ അറ്റാച്ച്മെൻറ്റും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്ത് നമ്മൾ സാധാരണ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി ഈ പറഞ്ഞ DSC വെച്ച് സൈൻ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ CRA2 നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്യും. അതിൻ്റെ ഫോർമാറ്റാണ് ലൈക്ക് ആൻ XBRL ഫോർമാറ്റാണ്. അതിൽ മോഡിഫൈ പറഞ്ഞിട്ടുണ്ട്. മോഡിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എറേഴ്സ് ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫൈ എന്ന് വിളിക്കുന്ന ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എഡിറ്റ് ഓപ്ഷൻ വരും, നമുക്ക് എഡിറ്റ് ചെയ്യാം. ചെക്ക് ഫോം എവിടെയെങ്കിലും കാരണവശാൽ നമുക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഫില്ല് ചെയ്യാതെ പോകുന്ന ചില ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫില്ലപ്പ് ചെയ്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ഫോം കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്യാത്ത ഏരിയാസ് ആ പറയുന്നിരിക്കുന്ന എലമെൻറ്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. അതേപോലെ പ്രീ സ്ക്രൂട്ടണി മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അതിനുശേഷം സബ്മിറ്റ് ചെയ്യും. സോ ഇതാണ് CRA2. ഇത് CRA3. CRA3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫയൽ ചെയ്യുന്ന ഫോമാണ് CRA3 എന്ന് വിളിക്കുന്ന ഫോം. ആ CRA3ൻ്റെ ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്. CRA3 ഫയൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനക്സേഴ്സ് ഉണ്ട്. പാർട്ട് A, പാർട്ട് B ഫോർ മാനുഫാക്ചറിങ് സെക്ടർ, പാർട്ട് C ഫോർ സർവീസ് സെക്ടർ, ഇത് കൂടാതെ പാർട്ട് D എന്ന് വിളിക്കുന്ന ഐറ്റം. അതിൽ ഓരോ അനക്സേഴ്സ് ആണ്. പാർട്ട് എയിൽ ജനറൽ ഇൻഫർമേഷൻ അനക്സറാണ്. അത് ദെൻ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് പോളിസി, അങ്ങനെ തുടങ്ങി ആ അനക്സേഴ്സ് ആണ്. ഇതൊന്നും നോക്കണ്ട, ഇതൊന്നും ചെക്ക് ചെയ്യണ്ട, ഇതൊന്നും ഒരു കാരണവശാലും നോക്കണ്ട. എന്തുകൊണ്ട് നോക്കണ്ട എന്നുള്ളത് ഇപ്പം തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ സംസാരിക്കും. സോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ മറിച്ച് പോയാൽ മതി. ഇവിടെ നമുക്ക് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് പറയുന്നുണ്ട് ഈ ഏരിയയിൽ. ആ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് ഇട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. സോ ആ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്